എൻ്റെ വീട്ടിൻ്റെ അടുത്ത് കുറച്ച് പട്ടിക്കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ ചിലപ്പോഴൊക്കെ പാല് കുടിക്കും. ആ പാലിൽ നിന്നൊരു പകുതി അവർക്കും. ഇതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ പാലും തിളപ്പിച്ച് ഞാനിതാ പട്ടിക്കുട്ടികൾ വീട്ടിൻ്റെ നേരെ താഴ്ഭാഗത്ത് ഒരു പറമ്പിൽ അവർക്ക് ഞാനിതാ അത് കൊടുക്കാൻ വേണ്ടി രാവിലെ പോകുന്നു. കൊടുക്കാൻ കാരണമുണ്ട്, അവരുടെ അമ്മ, അതായത് തള്ളപ്പട്ടി, അവർക്ക് പാല് കൊടുക്കാറില്ല എന്നാണ് ഞാൻ കണ്ടൊരു കാഴ്ച. കാരണം അതിങ്ങനെ വന്ന് നോക്കും, അവരവിടുത്തെ വേസ്റ്റൊക്കെ തിന്നാണ് ജീവിക്കുന്നത്. നമ്മളാൽ കഴിയുന്നതൊക്കെ നമ്മളങ്ങനെ ചെയ്തു കൊടുക്കുന്നു. അവരതങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്ന് കുടിക്കുന്നുണ്ട്. നല്ല വിശപ്പുണ്ടായിരുന്നു. ഏതായാലും നല്ല വിശപ്പുള്ളതുകൊണ്ട് കിട്ടിയ സമയത്ത് അവർക്കൊരു പെരുന്നാളായിരുന്നു. ഒരു 5 പേരുണ്ട്. അങ്ങനെ 5 പേരും തകർത്ത് കുടിക്കുകയാണ്. ഇതിൽ 3 ആണും 2 പെണ്ണും എന്നാണ് ഞാൻ കേട്ടത്. കാരണം ഈ വീടിനെ കുറിച്ച് അറിയുന്ന ഒരാൾ വന്നിങ്ങനെ നോക്കിയിരുന്നു. വാക്സിൻ വെക്കാൻ വേണ്ടി വന്ന ഒരാളുണ്ടായിരുന്നു ഇന്ന് രാവിലെ. അങ്ങനെ അവർക്ക് പാലൊക്കെ കൊടുത്ത് അവരിങ്ങനെ ഉഷാറായിട്ട് കുടിക്കുന്നു. ഞാനതിങ്ങനെ കണ്ട് ആസ്വദിച്ച്. ഒരു രസമാട്ടോ. ഒരു വലുതായി കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉപദ്രവിക്കുമ്പോഴാണ് നമുക്ക് ഇവരോട് ദേഷ്യം വരിക. പക്ഷേ ഭയങ്കര സ്നേഹമുള്ളൊരു വർഗ്ഗമാണ് ഈ വർഗ്ഗം. മനുഷ്യരെക്കാൾ സ്നേഹമാണ്. എത്ര വർഷമാണെങ്കിൽ പോലും ഇവർക്കൊരു നേരം ഫുഡ് കൊടുത്താൽ അവർക്ക് ആ ഒരു നന്ദി എന്നും ഉണ്ടാവും. നമ്മൾ മനുഷ്യന്മാരൊക്കെ കാട്ടി ഏറ്റവും ബെറ്ററാണ് നായ്ക്കൾ. നായ്ക്കളും പട്ടികളൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രശ്നമൊക്കെയാണ് എനിക്കറിയാം. എന്നാലും മക്കളെ ചെറിയ കാണുമ്പോൾ നമുക്കൊരു ടെൻഷനല്ല. അവർ ജീവിക്കട്ടെ നമ്മളെപ്പോലെ. അനാഥരാണ് അവർ. കൊല്ലാൻ പാടില്ലല്ലോ, നിയമക്കാരണല്ലേ. പക്ഷെ അതല്ല, നിയമത്തിൻ്റെ അല്ല, നമുക്കൊരു മനുഷ്യ സ്നേഹം എന്നുള്ള സാധനങ്ങൾ സംഗതി നമ്മൾ കേരളക്കാർക്ക് കുറച്ച് കൂടുതലാണ്. അതുപോലെ വർഗ്ഗസ്നേഹവും. അതായത് അവരിങ്ങനെ കുടിക്കുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്. ഇതാവാൻ ലാശം ജഗലാണ്, കുഴപ്പമില്ല. ഒന്ന് സെറ്റായി. എൻ്റെ മുറിക്ക് ചെറിയൊരു ഉണക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ ഓൽമെൻ്റൊക്കെ പറ്റണം എന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് വല്ലാതെ നായ്ക്കളായിട്ട് ഇങ്ങനെ ഒരു ഇടപഴകാൻ പറ്റാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഈ കാട്ടിനുള്ളിലാണ് ഇവരുള്ളത്. ഏതായാലും സെറ്റാക്കിയിട്ടുണ്ട്. പാവങ്ങളാണ്. നമ്മൾ പട്ടിക്കുട്ടികളെ കാണുമ്പോൾ ദ്രോഹിക്കാതിരിക്കുക. അവരും വളരട്ടെ. അവരും ഈ ഭൂമിയിലെ ജീവികളാണ്, ഭൂമിയുടെ അവകാശികളാണ്. അപ്പം ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ഫോണ് കംപ്ലൈൻ്റ് ആയിരുന്നു, അതാ കുറേ